ാക്കും കാര്യം എടുക്കാൻ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഈ ഒരു സാധനം മോഡിഫൈഡ് വേറെ വണ്ടി ഇല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വണ്ടിയല്ല ഇപ്പൊ തന്നെ ബ്രോ അതങ്ങനെയാ ബ്രോ ഇതിങ്ങനെ നമ്മളൊരു സാധനം എടുത്തു കഴിഞ്ഞാല് അതുകൊണ്ട് ഫാമിലിക്ക് വേണ്ടിയാണെങ്കിലും വേറെ ഒന്നും കാണാതെ ഞാൻ ചെയ്യൂല. നിങ്ങൾ കണ്ടോ മൂക്കിന് കുത്തിയടാ. ഹലോ ഗൈസ് പറഞ്ഞിട്ട് മൂക്ക് പൊളിച്ച്. അപ്പോൾ ഗൈസ് നമ്മുടെ അഗൈൻ നമ്മുടെ 6th വണ്ടി 6ാമത്തെ വണ്ടി എടുക്കാൻ വടകര വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വീട്ടിലൊക്കെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ പോലെ തന്നെ ഒരു പുതിയ മോഡൽ ഫാമിലിക്ക് വേണ്ടിയുള്ള ഒരു വണ്ടിയാണ് ഇറക്കാനാണ് പോകുന്നത്. അപ്പോൾ വണ്ടി 1-2 വട്ടം വന്ന് കണ്ടു. ഇന്ന് ഫൈനൽ ഡീൽ ഒരു 4-5 ലക്ഷം രൂപേൻ്റെ പരിപാടികളാണ്. അപ്പോൾ കുറച്ച് പരിപാടി പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വടകര വന്നിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ അവിടെ നോക്കാം. വീഡിയോക്ക് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. യാസ്. അപ്പോൾ വടകര വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സ്പോട്ട് റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ തന്നെ ഒന്ന് കൂളാക്കാൻ ഒരു ഐസ്ക്രീം, നല്ല ഗാർഡൻ, ഐക്രീം മൂട് സ്ഥലം കേട്ടാ. ഇങ്ങനെയൊക്കെ ആക്കണം. അല്ലാതെ ചുമ്മാ റെയിൽവേയിൽ കൊള്ള പൈസ ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇതിൽ മീമിയൊക്കെ ഉണ്ടാവും. അപ്പോൾ രാത്രി കണ്ടിട്ട് നമുക്ക് നമ്മുടെ ഡ്രീമിലോട്ട് കിടക്കാം. സോ നിങ്ങളുടെ വീട്ടിലെ വണ്ടി ഏതാന്ന് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാം. ഏതാ? അവൻ്റെ മൂക്കിടിച്ച് വലിച്ചടാ ഞാൻ. അയ്യോ. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി വന്നിട്ട് ബാക്കി കാണാം. പറ്റുന്ന കാര്യങ്ങളൊക്കെ ബാക്കി പറയാം. വേറൊരു വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞാൽ ഷടപടെ നീന്ന വീഡിയോ ആണ്. ഷടപടെ. അങ്ങനെ നമ്മുടെ വണ്ടി ഡീലിനെ നമ്മുടെ വണ്ടി കണ്ടിരിക്കുകയാണ്. രാത്രിയായി. വടകരയിൽ കല്ലേരി എന്ന് പറയുന്ന സ്ഥലമാട്ടോ. ജീവിതം തുടങ്ങിയത് ഇങ്ങനെയൊക്കെയാണ്. അത് കൂലിക്കാരനായിരുന്നപ്പോഴും എന്റെ റേഞ്ച് എന്തായിരുന്നു അറിയോ നിനക്ക്? സാധനം എടുത്തിരിക്കുകയാണ്. ഇതാണ് സാധനം. അയ്യോ ഇത്രേ കാണിച്ചിരുന്നുള്ളൂ. ഇതാണ് സാധനം. നമുക്ക് നേരെ യാത്ര തിരിക്കാം. ഞാൻ നോക്കുമ്പോൾ ഫ്രണ്ടിൽ ആർക്ക് കയറണ്ടേ എന്നിട്ട് പിള്ളേർ അടിയാ. രണ്ടും കൂടെ കൊച്ചു പിള്ളേരെ പോലെ ഞാൻ ഫ്രണ്ടിരിക്കും. ശ്രദ്ധിക്കാൻ പറ്റും. സോ അങ്ങനെ ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ്. അങ്ങനെ നമ്മൾ പറഞ്ഞാണ് ഇനി നമ്മുടെ അടുത്ത 6ാമത്തെ വണ്ടി 3ാമത്തെ കാർ ഇനി ഇറക്കാൻ പോകുന്നത്. കുറച്ച് ഹെവി മോഡിഫൈഡ് ഒക്കെ കുറച്ച് പുതിയ മോഡൽ സാധനം ഇറക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ റെനോൾട്ടിൻ്റെ ലേറ്റസ്റ്റ് മോഡലായ ക്ലാമ്പറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ സ്പെഷ്യലി ഫാമിലിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഒരുപാട് ചോദിക്കുന്നതിന് ഇനി മോഡിഫിക്കേഷൻ ഒന്നും ഇല്ലെന്ന്. പക്ഷേ അത് നമ്മുടെ പെരാന്താണല്ലോ. അത് നമ്മൾ നിർത്തുന്ന കാര്യമല്ലല്ലോ. കള്ളും കഞ്ചാവുന്നില്ല. നമുക്ക് ആകെ ഇഷ്ടം വണ്ടിപ്പണി വണ്ടിപ്പെരാന്ത്. അത് നമ്മൾ ആവുന്ന പോലെ ചെയ്യും. കുറച്ചധികം പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ കുട്ടപ്പനെ ഇറക്കിയിട്ടുണ്ട്. ക്ലാമ്പർ കുട്ടൻ ഇതാണ്. ഫുൾ ഓപ്ഷനാണ്. എയർ ബാഗ് എല്ലാം ഒരു ഫാമിലിക്ക് വേണ്ട അടിപൊളി സാധനങ്ങൾ. എന്നാൽ കുറച്ചധികം ഒരു 10, 30, 40 രൂപ മുടക്കിയിട്ട് നമ്മൾ സ്പോയിലർ, ഡയമണ്ട് സ്റ്റീരിയോ, ലെതർ സീറ്റ് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ ബേസിക്കായുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി കുറച്ച് കിടിലം സാധനങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ഹെവി വർക്കൊന്നും ചെയ്യാത്ത രീതിയിൽ. പക്ഷേ യുണീക്കായിട്ട് ഇത് എടുക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ വണ്ടിയും പണിയും നമ്മുടെ ഐഡൻറ്റിറ്റി ആക്കിയിട്ടുണ്ട്. ഈ ഒരു പ്രാവശ്യം എനിക്ക് ഭയങ്കര വാശിയായിരുന്നു. ഇതുവരെ ആരും പണിയാത്തൊരു വണ്ടി ഇറക്കി പണിയണം. എന്നാൽ വീട്ടുകാർക്ക് ഉപയോഗിക്കാനും പറ്റണം. എന്നാൽ പുതിയ മോഡലും ആവണം. രണ്ടും കളിപ്പിച്ച് കുറച്ചധികം ഫണ്ട് ഇറക്കിയിട്ട് തന്നെ നമ്മൾ ലക്ഷങ്ങൾ പൊട്ടിച്ച് സാധനം ഇറക്കിയിട്ടുണ്ട്. ഈ ക്ലാമ്പർ ഇന്ന് വരെ പണിത വണ്ടി കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഇല്ല. പക്ഷേ ഇനി ഇത് നമ്മുടെ കേരളത്തിൽ ഇറങ്ങും. അത് ഞാൻ ഇറക്കും. അതിന് എത്രയായാലും എന്തായാലും വീട്ടുകാർക്ക് വേണ്ടി തന്നെയാണ് കൂടുതലായിട്ട് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ കൊടുക്കുന്നത്. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ സെറ്റ് ആക്കിയിട്ട് പരിപാടി വരുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കിടിലൻ സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്രയൊക്കെ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇത് ഹാർല ഫാമിൻ്റെ കിടിലൻ വ്യൂ പോയിന്റിലാണ് നമ്മുടെ ക്ലാമ്പർ കുട്ടനെ വറുത്ത് നിർത്തിയേക്കുന്നത്. അപ്പോൾ ഇതുണ്ടല്ലോ പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ബാക്കി അപ്ഡേറ്റ് വരുന്ന കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ കാര്യം നമ്മൾ ബൈക്കൊക്കെ എടുക്കുമെങ്കിലും കാറൊക്കെ ഇത്ര പുതിയൊരു മോഡൽ വണ്ടിയൊക്കെ നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, അഫോർഡബിൾ അല്ല. നോർമലി പുതിയ മോഡൽ വണ്ടിയൊക്കെ നമുക്ക് ഇത്രയും പുതിയ മോഡൽ എടുക്കാം ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. ഒരിക്കലും വിചാരിച്ചല്ല. അങ്ങനെ ഞാൻ അഫോർഡബിൾ ആവൂല, ഇത്രയും പുതിയ മോഡൽ വണ്ടി ഒന്നും എടുക്കാൻ പറ്റും ഞാൻ വിചാരിച്ചതേ അല്ല. കാരണം അതുകൊണ്ടാണ് നമ്മൾ പഴയ 12 മോഡൽ 10 വർഷം പഴക്കമുള്ള വണ്ടിയൊക്കെ എടുത്തെടുത്ത് നടന്നത്.
രണ്ടും കൽപ്പിച്ച് ഇനിയിപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും പുതിയൊരു മോഡൽ വണ്ടി ഇറക്കുമെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ച്. കാര്യം മെയിൻലി വീട്ടുകാർക്ക് വേണ്ടി തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം വണ്ടി പണിയായ പോലെ ഞാൻ പോയാൽ അവർ നോക്കൂ. അപ്പോൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറം ഒരു കിടില സാധനം കിട്ടി. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പേര് കാണുമ്പോൾ ചിലപ്പോൾ ഒന്നും അറിയാത്തവർ എങ്ങനെയാന്നൊക്കെ പറയും. പക്ഷേ ഉപയോഗിച്ചവർക്കറിയാം ഈ ഒരു 6 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ്. 6 ലക്ഷം രൂപയാണ് ഈ വണ്ടി ഇറക്കുമ്പോൾ വരിക. പക്ഷേ ഈ ഒരു 6 ലക്ഷം രൂപയ്ക്ക് ഇത്രയും ഫീച്ചേഴ്സും ഇത്രയും ഒരു SUV-ന്റെ ഒരു ലുക്കും ഉള്ള വണ്ടി വേറെ ഇല്ല. അത് വണ്ടീനെ പറ്റി അറിയുന്നവർക്ക് അറിയാം. സോ ചുമ്മാ നമ്മൾ 4-5 ലക്ഷം രൂപ ചുമ്മാ കൊണ്ട് അറിയില്ലല്ലോ. സോ അപ്പം എന്തായാലും തൊളയെ കയറുന്നില്ലല്ലോ. സോ എന്തായാലും അപ്പോൾ വണ്ടി എടുത്ത് യാത്ര ചെയ്തിട്ട് ബാക്കി കഥകൾ പറയാം. അപ്പോൾ ഐശ്വര്യമായിട്ടുള്ള സ്റ്റാർട്ടിങ് ആണ്. എടാ അവരാധം പറയാടാ. ഈ അംസന്റെ വായിനെടുത്ത് ചാടിക്കണം. ലോറി എടുക്കുന്ന സൗണ്ട് എനിക്ക് അതാ പിടിച്ചോടിക്കുന്ന സ്റ്റിയറിംഗ്. അപ്പോ എന്തായാലും നമ്മൾ വണ്ടി പണി, അത് പുതുതാണെങ്കിലും പഴയതാണെങ്കിലും. അപ്പോ അമ്മയൊക്കെ പ്രത്യേകം പറഞ്ഞ അപ്പൊ ഇത് നമ്മൾ ഐഡന്റിറ്റി ആക്കും. കാര്യം എടുക്കാൻ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഈ ഒരു സാധനം മോഡിഫൈഡ് വേറെ വണ്ടി ഇല്ല. ക്ലാമ്പർ മോഡിഫൈഡ് വേറെ ഇല്ല. ബട്ട് ഇതെനിക്കൊരു മെയിൻ ഐഡന്റിറ്റി ആക്കണം എന്നുള്ളൊരു വാശിയാണ്. ഒന്നേ തുടങ്ങണം. അപ്പം ഇന്നേക്ക് ഡേ 1 പണിയാൻ തുടങ്ങുകയാണ്. അപ്പൊ അത്യാവശ്യം കുറച്ച് കിടിലൻ ചോദിക്കും. 10-40,000 രൂപ പണി വണ്ടിക്ക് ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതായത് വൃത്തിയിൽ കുറച്ച് വണ്ടീന്റെ കുറച്ച് ലുക്ക് മാറ്റുന്നതിന് ഈ കുറച്ച് ഇല്ലീഗൽ മോഡിഫിക്കേഷൻ നമ്മൾ ചെയ്യും. അപ്പോൾ അത് നമുക്ക് കാണിച്ചു തരാം. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. നമുക്ക് പാട്ടൊക്കെ വെച്ച് നമുക്ക് പോകും. എന്റെ മനസ്സ് സ്റ്റിയറിംഗ് അന്യായം. പൈസ അങ്ങനെ ലാവിഷാവട്ടെ എന്ന് വെച്ച് 500 റുപ്യക്കാണ് പെട്രോൾ അടിക്കാൻ വെച്ചാൽ 150 രൂപേൻ്റെ പെട്രോൾ ആവശ്യമുള്ളൂ. അടുത്താണ് സ്ഥലം. നല്ല ലാവിഷാവട്ടെ. ഫ്ലൈറ്റ് വരട്ടടാ നാറി. വണ്ടി എടുത്തന്നെ സ്പെഷ്യലായിട്ട് ലോട്ട. അവനത് സാധനം നോക്കി എന്തുകൊണ്ടാ ചിക്കന്റെ എല്ലിനോട് നിനക്ക് എന്തെങ്കിലും പകരമുണ്ടാ? എടാ ഇത്രയും ഉണ്ടായിരുന്ന കഷ്ണോ ഇവ മുഴുവൻ തിന്ന് തീർത്തു. എല്ലാടക്കം തിന്ന് വേഗം എണീക്ക്, അല്ലെങ്കിൽ ഇവൻ നമ്മളെ തിന്നു തീർക്കും. എണീക്ക് മതിയടാ. ഇവൻ ഇനി നമ്മളെ തിന്നു. ഇവന്റെ എല്ല് വരെ തിന്നോടാ. നീ എന്താ പല്ലിയാ? എന്റെ ദൈവമേ, ഇനി തിന്നില്ല ഇവൻ പ്ലേറ്റ് തിന്നു. ഞാൻ വേഗം എണീക്കട്ടെ. എന്റെ ദൈവമേ. അങ്ങനെ നമ്മൾ പകുതി മുക്കാൽ ദൂരെ എത്തി. എന്റെ മോനെ, ഇത് ആൾക്കാർ നോക്കുന്നില്ല. എന്താ അത്ഭുതമുള്ളേ. ഇതൊക്കെ കളിപ്പിച്ച് ഫ്ലാഷ് കളിപ്പിച്ചില്ലേ? എടാ ഫ്രാഗിൽ സ്പോയിലറൊക്കെ നോക്കിയേ ഗൈസ്. അങ്ങനെ നമ്മൾ സാധനം ഓടിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇപ്പൊ ചെറിയ റോഡെത്തിയപ്പോ ഓടിച്ചോട്ടെ. നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ കൂടെ ഉള്ളവർക്ക് സന്തോഷമാണ്, വീട്ടുകാർക്ക് സന്തോഷമാണ്. ഈ പ്രാവശ്യം തന്നെ എടാ അങ്ങനെ പറയല്ലടാ. അപ്പൊ നമുക്ക് സെക്കൻഡ് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കൊടുത്ത് ഹാപ്പി ആയിട്ടിരിക്കാം. സോ ഇപ്പോഴും ഞാൻ വണ്ടിയുടെ പേര് ഫുള്ളായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് കാണുന്നവർക്ക് ഏകദേശം എന്താടാ അപ്പോ ഇപ്പോഴും കാണുന്നവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. സോ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാം. ഫുൾ ഡീറ്റെയിൽസ് ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഫുള്ളായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് വീണാ ഫസ്റ്റ് അല്ല അത് ഞാൻ പറയണ്ടേ. ക്ലച്ച് പിടിച്ചേ, ക്ലച്ച് ഫുള്ളല്ലേ? എടുക്കപ്പോ കുറച്ച് വർക്കൊക്കെ ഉണ്ട്. അതെന്തായാലും ഞാൻ പറഞ്ഞുതരാം. ഉറപ്പായിട്ടും വണ്ടിന്റെ പേര് വണ്ടി മനസ്സിലായാലും ഏകദേശം കമന്റ് ചെയ്യാം. അപ്പൊ ചെക്കൻ ഓടിച്ച് നോക്കട്ടെ. നല്ല അപ്പൊ അവന് സന്തോഷാവട്ടെ വെച്ച് മെല്ലെ വലിച്ചോണ്ട് പോകും സാധനം. അപ്പൊ സെറ്റാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ മനസ്സിലായാലും എന്തായാലും കമന്റ് ചെയ്യാം. ഫുൾ ഡീറ്റെയിൽസ് ഉറപ്പായിട്ട് അടുത്തിട്ട് കാണിച്ചു തരാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വണ്ടിയല്ല ഇപ്പൊ തന്നെ ബ്രോ അതങ്ങനെയാ ബ്രോ ഇതിങ്ങനെ. ട്രസ്റ്റ് മീ ഗൈസ്, നമ്മളൊരു സാധനം എടുത്തു കഴിഞ്ഞാല് അതുകൊണ്ട് ഫാമിലിക്ക് വേണ്ടി ആണെങ്കിലും വേറെ ഒന്നും കാണാതെ ഞാൻ ചെയ്യൂല. നിങ്ങൾ കണ്ടോ? പിന്നെ മെയിൻ ആയിട്ട് പുതിയ മോഡൽ വേണമെന്നൊരു ആഗ്രഹത്തിന് എന്റെ പുറത്താണ് ചെയ്തത്. അപ്പൊ എന്തായാലും ഫുൾ വീഡിയോ വരുന്നുണ്ട്. ഫുൾ വണ്ടിന്റെ അപ്ഡേറ്റ്സ്, കുറച്ച് കിടുക്കാച്ചായിട്ടുള്ള പ്രീമിയം അപ്ഡേറ്റ്സ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവനെന്താണ് റേസ് നടത്തുന്നതാണ്. നിങ്ങൾ ഇന്നും തുടങ്ങിയല്ലേ? വീട്ടിലൊന്നും കയറ്റിയിട്ടില്ല വണ്ടി. ഇങ്ങോട്ടേക്ക് വണ്ടിന്റെ പേടിക്കുന്നു. എന്ത് പറയാനുണ്ട്? എന്താ പറയാതെ?
അതാ പൊളിച്ചാടാ നീ. ഇതെന്താടാ, ഞാൻ പോലും വണ്ടി എടുത്തിട്ട് 70-80 ഒന്നും പോയിട്ടില്ല ഇതുവരെ. അവന്റെ എന്ത് പറയുന്നേ കളിപ്പിച്ചില്ലേ? എടാ കാണുന്നില്ലേ, റോഡ് കാണുന്നില്ലേ, രാത്രിയാന്ന്. അപ്പൊ എന്തായാലും ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ പറഞ്ഞുതരാം. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ ഒരു കിട്ടില്ല സ്റ്റോറി ഒക്കെ വരുന്നത്, എല്ലാവരും ഫോളോ ചെയ്യാം. സോ ഫൈനലി ഡ്രീം കം ട്രൂ ഗൈസ്. വീട്ടിൽ കേട്ട അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചത്, പക്ഷെ അവരൊക്കെ കണ്ടുപിടിച്ച് അവർക്ക് വീടിന് മുമ്പിൽ തന്നെ നോക്കുന്നുണ്ട്. സർപ്രൈസ് എന്തായാലും പൊളിഞ്ഞിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ ഫുള്ളായിട്ട് കാണിച്ചിരുന്നു. നല്ല രീതിക്ക് ടയേർഡായിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കേട്ടോ. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാം. ഒരുപാട് സർപ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ശരിക്കും അടുത്തവണ്ട് കേട്ടോ, ഫുള്ള് പറയാൻ പറ്റാ. ഞെട്ടിച്ചാ ഉറക്കത്തിൽ ഞെട്ടിച്ച് രാത്രി ആയി പോയി താഴെ കിടക്കുന്നു. ഉറക്കത്തിനേക്ക് ഓരോരുത്തർ ഇറങ്ങി വരുന്നത്. അയ്യോ ഞെട്ടിച്ച്. പക്ഷേ വണ്ടി സ്ഥലമില്ല എന്ന് വെച്ചാൽ മുറ്റത്ത് പണി നടക്കുന്നുണ്ട്. അതിൽ ബാക്കി വിശേഷങ്ങൾ പിന്നെ